നാൾക്ക് നാൾ കൂടുമ്പോൾ CJPയുടെ അഥവാ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആക്രമണം ഡൽഹി പോലീസ് നേരിടുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇതിനെതിരെ ഉണ്ടാകുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ ഡൽഹി പോലീസ് ഇവരുടെ ഈ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ ഡീസെൻട്രലൈസ്ഡ് ടെക്സ്റ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അന്വേഷിക്കുകയാണ്. CJP പ്രതിഷേധ ആക്രമണത്തിനിടെയാണ് ഈ ഡീസെൻട്രലൈസ്ഡ് ടെക്സ്റ്റിംഗ് സിസ്റ്റം ഇവർ ഭംഗിയായി ഉപയോഗിക്കുന്നതായി ഡൽഹി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ബ്ലൂടൂത്ത് അധിഷ്ഠിത ആപ്ലിക്കേഷനുകൾ, ഡീസെൻട്രലൈസ്ഡ് ടെക്സ്റ്റിംഗ് സിസ്റ്റം എന്നിവ ഉപയോഗിച്ച് ആൾക്കാരെ ഇവർ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി പോലീസിൻ്റെ നിഗമനം. ആക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വഴിതെറ്റിപ്പോകുന്നതിനും പങ്കെടുക്കുന്നവരെ കസ്റ്റഡിയിലെടുത്താൽ ആസൂത്രിതമായിട്ടുള്ള വിക്ടിം കാർഡ് വിതരണത്തിനും ഈ ആപ്പുകൾ ഉപയോഗിച്ചിരുന്നതായി അന്വേഷണ ഏജൻസികൾ നിലവിൽ പറയുകയാണ്. കഴിഞ്ഞ ദിവസം വളരെ പ്രകോപിതമായിട്ടുള്ളൊരു ആക്രമണമാണ് ഡൽഹി പോലീസിന് നേരെ CJP പ്രവർത്തകർ അഴിച്ചുവിട്ടത്. ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രകോപനവും ഇല്ലാതിരുന്നിട്ടും ഡൽഹി പോലീസിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഇവർ അഴിച്ചുവിട്ടു. അതും കൊണോട്ട് പ്ലേസിൽ. ഈ കൊണോട്ട് പ്ലേസിലെ ACP ആയിട്ടുള്ള വിവേക് ഭഗത്തിന് ഇതിൽ വളരെ ഭീകരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അദ്ദേഹത്തെ CJPയുടെ കല്ലേറിൽ പരിക്കേറ്റ അദ്ദേഹത്തെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഏകദേശം 150-ലധികം പോലീസുകാർക്കാണ് CJPയുടെ പ്രതിഷേധത്തിൽ പരിക്കേറ്റിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.